വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മനുഷ്യൻ ദൈവരാജ്യം നഷ്ടപ്പെടുത്തി സ്വയം രാജാക്കന്മാരാകുന്നതും അവരുടെ മ്ലേച്ഛ പാപങ്ങളാൽ പൊറുതിമുട്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ മനംനൊന്ത് അവരെ ജലപ്രളയത്താൽ ഒന്നടങ്കം നശിപ്പിക്കുന്നതുമാണ് ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ഈ മഹാപ്രളയത്തിൽ നിന്നും ദൈവം അനുഗ്രഹിച്ച് രക്ഷപ്പെടുത്തിയ ഒരേ ഒരു കുടുംബമായിരുന്നു രണ്ടാമത്തെ ആദം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലാമക്കിൻ്റെ പുത്രനായ നോഹയുടേത്. 40 രാവും 40 പകലും തോരാത്ത മഴയും 150 ദിവസത്തോളം തുടർന്ന വെള്ളപ്പൊക്കവും 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. പ്രളയം അവസാനിച്ച് പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന നോഹയെ ദൈവം അനുഗ്രഹവർഷം നൽകിയെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ദൈവം മനുഷ്യനെ പ്രളയത്തിൽ നശിപ്പിക്കുകയില്ല എന്ന് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ ഞാൻ മഴവില്ല് സ്ഥാപിക്കുന്നു. ഉൽപ്പത്തി 9-ാം അധ്യായം 13-ാം തിരുവചനം. ദൈവം ഇത്രയധികം അനുഗ്രഹം നൽകിയിട്ടും നോഹ പിന്നീട് വീഞ്ഞു കുടിച്ച് നഗ്നനായി കിടന്നതും നോഹയുടെ പുത്രൻ ഹാം ആ നഗ്നത ഉത്സവമാക്കി ശാപത്തിന് വിധേയമായതും നോഹയുടെ മറ്റ് 2 ആൺമക്കൾ ഷേമും ജാഫത്തും തങ്ങളുടെ പിതാവിൻ്റെ നഗ്നത മറച്ച് അനുഗ്രഹം നേടിയതും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ തൻ്റെ കഴിവുകളാണ് മഹത്തരമെന്ന് കരുതി അവരുടെ ആദ്യാത്ഭുതമായി ഇഷ്ടിക നിർമ്മിക്കുന്നതും അതുകൊണ്ട് സ്വർഗം മുട്ടുമാർ ഉയരത്തിലേക്ക് ബാബേൽ ഗോപുരം പണിതുയർത്താൻ തുടങ്ങിയപ്പോൾ അവർ ദൈവകോപത്തിന് വീണ്ടും വിധേയരായി. ദൈവം അവരെ പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത വിധം ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഭാഷകൾ മാത്രം സംസാരിക്കാൻ കഴിയുമാറ് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അകറ്റിയതായി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം മനുഷ്യനെ നേർവഴിയിലൂടെ നടത്താൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിനെതിരായി ധാർഷ്ട്യത്താൽ അധപതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.